ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം കൊണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യമാണ്. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട്, ഇസ്രായേൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യേശു ക്രിസ്തുവിനെ അതിശയിപ്പിച്ച ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ പറവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശുവിനെ ഒരു മനുഷ്യന്റെ വിശ്വാസം അതിശയിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഒത്തിരി ഉത്തരങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. എങ്കിലും പ്രധാനമായി 1-2 കാര്യങ്ങൾ അതിനകത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. അത് യേശു പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യേശു പിൻചെല്ലുന്നവരോട് പറയുന്നു, ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അപ്പം ഒരു കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത്. ഇപ്പം യേശുവിനെ അതിശയിപ്പിച്ചതും യേശു വലിയ വിശ്വാസം എന്ന് പറഞ്ഞതും ഇസ്രായേലിൽ ഉള്ള അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടാകേണ്ട വിശ്വാസത്തെക്കാൾ വലുതെന്നും ഇസ്രായേൽ മക്കളിൽ നിന്ന് യേശു പ്രതീക്ഷിച്ച വിശ്വാസം അവരിൽ കിട്ടിയില്ല. എന്നാൽ യേശു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ജാതീയരായ ഒരു മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വിശ്വാസത്തിന്റെ റെസ്പോൺസ് ലഭിക്കുന്നു എന്നതുമാണ് ഈ ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ ഈ വിശ്വാസം അതിശയിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒരു മേഖല, സ്തോത്രം, അവിടെ പറയുന്നു, രാജ്യത്തിന്റെ പുത്രന്മാരെന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വന്ന് അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്നവർ. ഇതും ഇസ്രായേലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇസ്രായേൽ മക്കൾ ആണ് യേശുവിനെ യേശുവിന്റെ അനുഗ്രഹത്തെ, പ്രൈസ് ദി ലോർഡ്, അത് പ്രാപിക്കേണ്ടത് അവരായിരുന്നു. എന്ന് വെച്ചാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, അബ്രഹാമിന്റെ മടിയിൽ ഹല്ലേലൂയ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ പന്തിയിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതികളായി ഹല്ലേലൂയ വാഗ്ദത്തം അനുഭവിക്കേണ്ട ആ ജനം, പ്രൈസ് ദി ലോർഡ്, അവർക്കത് ലഭിക്കാതെ ജാതികൾക്ക്, പ്രൈസ് ദി ലോർഡ്, അത് ലഭിക്കുന്നു എന്നതാണ് ഇവിടെ പറഞ്ഞത്. സ്തോത്രം. രാജ്യത്തിന്റെ പുത്രന്മാർ ഇരുളിലേക്ക് പോകുമ്പോൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വന്ന് അനേകർ അബ്രഹാമിനോടും ഇസഹാക്കിനോടും കൂടെ യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും. പന്തിയിൽ ഇരിക്കേണ്ടവർ ഇരിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കിടക്കട്ടെ. അപ്പോൾ സ്തോത്രം, ഒന്നുകൂടെ ആ വാക്കിനെ ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ തരുന്നുണ്ട്. അതായത് 2 അധികാരത്തെക്കുറിച്ചാണ് ഈ മനുഷ്യൻ പറയുന്നത്. എന്ന് വെച്ചാൽ, സ്തോത്രം, ദേഹം ഈ യേശുവിന്റെ അടുക്കലേക്ക് വന്ന ശതാധിപൻ പറയുകയാണ്, ഞാൻ റോമൻ പട്ടാളത്തിലെ ക്യാപ്റ്റൻ എന്ന ഈ ലോകത്തിൽ ലഭിക്കാവുന്ന അധികാരങ്ങളിൽ ശ്രേഷ്ഠ അധികാരം എനിക്കുള്ളത്. അപ്പൊ ഈ ലോകത്തിന്റെ ഒരു അധികാരിയാണ് യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ ആ കാലഘട്ടത്തിൽ റോമൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, അല്ലെങ്കിൽ സ്തോത്രം, അത് ഏറ്റവും ഉന്നതമായ ഒരു ഗവൺമെന്റിന്റെ അതിന്റെ സ്തോത്രം ശ്രേഷ്ഠമായ ഒരു അധികാരം വഹിക്കുന്ന, ഒരു പൊസിഷൻ വഹിക്കുന്ന മനുഷ്യൻ അദ്ദേഹം. ക്യാപ്റ്റനായി അല്ലെങ്കിൽ ശതാധിപൻ, 100 പട്ടാളക്കാർക്ക് അധിപനായിരിക്കുന്ന ഒരു ശ്രേഷ്ഠ അധികാരിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു അധികാരി ആയിരിക്കുന്നത് പോലെ യേശുവേ അങ്ങും ഒരു അധികാരിയാണ്. ഞാൻ ലോകത്തിന്റെ അധികാരം കൈകാര്യം ചെയ്യുന്നു, അങ്ങ് ആത്മീയ അധികാരം കൈകാര്യം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ അധികാരിയായ ഞാൻ എൻ്റെ കീഴിലുള്ള ഒരു മനുഷ്യനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആത്മീയ അധികാരമുള്ള അങ്ങക്ക്,
എന്റെ പുരയ്ക്കകത്ത് വരേണ്ട ആവശ്യമില്ല. അങ്ങ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ അധികാരം ഉപയോഗിച്ചാൽ അത് നടക്കും. അത്ര ശ്രേഷ്ഠമതി മക്കളെ. ആ വിശ്വാസം നമ്മൊന്ന് ശ്രദ്ധിച്ചേ. യേശുവിനെ അതിശയിപ്പിച്ച ആ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്നുള്ളത്, ഞാൻ ഈ ലോകത്തിലെ ഒരു ഗവൺമെന്റിന്റെ ഉന്നത അധികാരിയാണെങ്കിൽ എന്റെ ആ ആജ്ഞ എന്റെ പടയാളികൾ അനുസരിക്കുമെങ്കിൽ സ്തോത്രം, അങ്ങ് ആത്മീയ അധികാരത്തിൽ ഔന്നത്യത്തിൽ ഇരിക്കുന്ന ഒരാളാ. അങ്ങ് പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ, ആ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങ് ആ വാക്ക് കൽപ്പിച്ചാൽ ആ അധികാരം അവിടെ വർക്കൗട്ട് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിൽ വന്ന് പറയേണ്ട ആവശ്യകതയില്ല. കാരണം അങ്ങയുടെ അധികാരത്തിന്റെ സ്തോത്രം അകത്താണ് എൻ്റെ ദാസന്റെ രോഗം എന്ന് വെച്ചാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, എൻ്റെ ലോകത്തിന്റെ അധികാരം വെച്ചുകൊണ്ട് സ്തോത്രം ഈ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുകയില്ല. പകരം അങ്ങയുടെ ആത്മീയ അധികാരം ഉപയോഗിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ, എൻ്റെ ദാസന് സൗഖ്യം വരും. എത്ര ശ്രേഷ്ഠമാണ് ദൈവമക്കളെ, സ്തോത്രം. ആ വിശ്വാസം എത്ര ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഒന്ന് സ്തോത്രം, രാജ്യത്തിന്റെ പുത്രന്മാർക്കുണ്ടാകേണ്ട വിശ്വാസം. രണ്ട് സ്തോത്രം, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കൾ എന്ന ശ്രേഷ്ഠരായ ആ ഹല്ലേലൂയ സ്തോത്ര കമ്മ്യൂണിക്കേറ്റേക്ക്, അല്ലെങ്കിൽ അവർക്കുണ്ടാകേണ്ട വിശ്വാസം, അവർ സ്വീകരിക്കേണ്ട വിശ്വാസം, സ്തോത്രം, അതിനേക്കാൾ എത്ര ഹയർ ലെവലിലാണ് ഈ ശതാധിപൻ നിൽക്കുന്നത്. സ്തോത്രം. യേശുവിനെ ദൈവമായി അംഗീകരിച്ച്, യേശുവിൻ്റെ അധികാരത്തെ അംഗീകരിച്ച്, യേശു അധികാരം ഉപയോഗിക്കുവാൻ സ്തോത്രം ഹല്ലേലൂയ കഴിവുള്ളവനും, അവൻ്റെ അധികാരം ഹല്ലേലൂയ ഉപയോഗിച്ചാൽ എൻ്റെ ദാസന്റെ മേലുള്ള ഹല്ലേലൂയ ആ രോഗബന്ധനം അഴിയുമെന്നും വിശ്വസിക്കുന്ന വിശ്വാസം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ 3 സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. 1 ബത്സയിദ, 2 കോരസിൻ, 3 കഫർനഹൂം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ ഏറ്റവും കൂടുതൽ നടന്ന സ്ഥലമാണ് സ്തോത്രം കഫർനഹൂമാണ്. യേശുവിൻ്റെ വീടെന്ന് വരെ ഹല്ലേലൂയ ഒരു വ്യാഖ്യാനമുണ്ട്. കാരണം യേശു വീട്ടിലായിരുന്നപ്പോഴൊക്കെ കഫർനഹൂമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അത്രമാത്രം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്ന 3 സ്ഥലങ്ങളെ യേശു ശാസിക്കുന്നതാണ് മത്തായി സുവിശേഷം 11-ാം അധ്യായം 20 തൊട്ട് 24 വരെയുള്ള വാക്യം കാണുന്നത്. പക്ഷെ യേശുവിൻ്റെ അത്ഭുതങ്ങൾ അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല എന്ന് അവിടെ കാണുന്നു. സ്തോത്രം. യേശുവിൻ്റെ അത്ഭുതം അവർ അനുഭവിച്ചു കൊണ്ടുപോയി, എന്നാൽ അത് മാനസാന്തരപ്പെട്ടില്ല എന്ന് കണ്ടിട്ട് യേശു പറയുന്ന ഒരു വാക്കുണ്ട്, സീദോൻ, അതുപോലെ സോദോം. ഈ 3 സ്ഥലങ്ങളെ, ജാതീയമായ 3 സ്ഥലങ്ങളെ എടുത്തിട്ട് പറയുകയാണ്, നിങ്ങളിൽ നടന്നത് അവരിൽ നടന്നിരുന്നുവെങ്കിൽ. നോക്ക്, അപ്പൊ ദൈവത്തിന്റെ പ്രതീക്ഷയാണ് പറയാൻ വന്നത്. സ്തോത്രം. കഫർനഹൂമിനെ കുറിച്ച്, കോരസീനെ കുറിച്ച്, ബത്സയിദയെ കുറിച്ച് ദൈവത്തിന്റെ പ്രതീക്ഷ എന്താണ്? സ്തോത്രം. അവർ ഈ അത്ഭുതം കാണുമ്പോൾ മാനസാന്തരപ്പെടണമായിരുന്നു. അവരിൽ ഈ വിശ്വാസം വർദ്ധിക്കണമായിരുന്നു. യേശു ദൈവമാണെന്നുള്ള വിശ്വാസത്തിലേക്ക് അവർ വരണമായിരുന്നു. അതാണ് ദൈവത്തിന്റെ പ്രതീക്ഷ. പക്ഷെ ദൈവത്തിന്റെ പ്രതീക്ഷയേക്കാൾ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഉന്നതമായ വിശ്വാസം ജാതീയരായ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ അറിയാത്ത ജനത്തിൽ ഉണ്ടാകുന്നത് കാണുമ്പോൾ സ്തോത്രം ദൈവത്തെ അതിശയിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പകൽക്കാലം ഞാൻ പറവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ നമുക്കൊരു ചോദ്യം, ദൈവത്തിന് അതിശയം ഉണ്ടാകുമോ? സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം. വചനം പറയുന്നു സ്തോത്രം, നാം ദൈവത്തിന്റെ മുമ്പിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, വിശ്വാസങ്ങൾ ഒക്കെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അതാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ എല്ലാം പിന്നിൽ വർക്ക് ചെയ്യുന്നത്. യേശു വന്നത് ഇസ്രായേൽ മക്കളിലേക്കാണ്, അവരുടെ ഉയർച്ചയ്ക്ക്, അവരുടെ നന്മയ്ക്ക്, അവരിലൂടെ ജാതിയിലേക്ക് ഇറങ്ങുവാനാ ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹത്തെ, യേശുവിന്റെ ആഗ്രഹത്തെ മുഴുവൻ പൊളിച്ചടുക്കിക്കൊണ്ട് യേശുവിനെ തിരസ്കരിക്കുന്ന കഫർനഹൂം, യേശുവിനെ തിരസ്കരിക്കുന്ന ബത്സയിദ, യേശുവിനെ തിരസ്കരിക്കുന്ന സ്തോത്രം കോരസീൻ. എന്നാൽ പ്രൈസ് ദി ലോർഡ് ജാതീയമായ ആളുകളും ജാതീയ സ്ഥലങ്ങളും യേശുവിനെ സ്വീകരിക്കുന്ന
ആ സ്വീകാര്യത കാണുമ്പോൾ കർത്താവ് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഈ മനുഷ്യന്റെ വിശ്വാസം എന്നെ ഹല്ലേലൂയ അതിശയിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, സോർ സീദോൻ എന്ന സ്ഥലത്തു നിന്ന് വന്ന ഒരു കനാന്യ സ്ത്രീ. അപ്പോൾ സോർ സീദോൻ എന്ന സ്ഥലത്ത്, ജാതീയ സ്ഥലത്തു നിന്ന് വന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്. അവൾ യേശുവിൻ്റെ അടുക്കൽ തൻ്റെ മകൾക്ക് വേണ്ടി, മകളുടെ ഭൂതോപദ്രവത്തിൽ നിന്നൊരു വിടുതലിന് വേണ്ടിയാണ് വന്നത്. സ്തോത്രം. അവിടുത്തെ ആ കോൺവെർസേഷൻ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു പദം പറയുന്നുണ്ട്. യേശു അവളോട് പറയുന്നൊരു പദമാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. അപ്പം നോക്കണം, സ്തോത്രം, വലിയ ഒരു വിശ്വാസം അവളിലും യേശു കാണുവാണ്ടേ തീർന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം, സ്തോത്രം, ഞാനിവിടെ നിർത്തുന്നു ദൈവമക്കളെ, സ്തോത്രം, അതിശയിപ്പിക്കുന്ന വിശ്വാസം, വലിയ വിശ്വാസം എന്നൊക്കെ ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളുകളെക്കുറിച്ച് യേശുവിന് പറയുവാനുണ്ട്. എന്നാൽ സ്തോത്രം, ഇത് പ്രതീക്ഷിച്ചത് ഇസ്രായേൽ മക്കളിൽ നിന്ന്, അത് അവരിൽ നിന്ന് കിട്ടുന്നില്ല. യേശു പറയുകയാണ്, രാജ്യത്തിൻ്റെ പുത്രന്മാർ ഇരുളിലും, സ്തോത്രം, ഹല്ലേലൂയ, പല്ലുകടിയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ, സ്തോത്രം, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും, ഹല്ലേലൂയ, അനേകർ അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോടും ചേർന്ന് പന്തിയിലിരിക്കുന്ന കാലം വരുന്നു. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ, ജാതീയ ആളുകൾ കർത്താവിനെ ദൈവം എന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് വിശ്വസിക്കേണ്ട ഇസ്രായേൽ മക്കൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ പകൽക്കാലം നമുക്കും ഒന്ന് ചിന്തിക്കാം. നമ്മൾ എങ്ങനെയുള്ളവരാണ്? കർത്താവിനെ അറിഞ്ഞു, കർത്താവിനെ മനസ്സിലാക്കി, കർത്താവ് സൗഖ്യം തരുന്നു, കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, ഒക്കെ അറിഞ്ഞു. പക്ഷേ ഇന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യഹൂദന്മാരിലെ, സ്തോത്രം, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ പോലെ തന്നെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഉള്ള വിശ്വാസം എത്രത്തോളം നമ്മിലുണ്ട്, ദൈവത്തോടുള്ള ഭയം എത്രത്തോളം നമ്മിലുണ്ട്, ദൈവത്തോടുള്ള ഭക്തി എത്രത്തോളം നമ്മിലുണ്ട്. അധികം കർത്താവിനെ അറിയും തോറും ആ ഭയവും ഭക്തിയും, സ്തോത്രം, വിശ്വാസവും കുറയുകയാണോ? ഇതൊക്കെ ഈ വചനചിന്തകളിലൂടെ നമുക്കൊന്ന് നമ്മെ തന്നെ പരിശോധിക്കേണ്ട ഒരു മേഖലയും കൂടെയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഹല്ലേലൂയ, ആ ശതാധിപന് കർത്താവേ, ഹല്ലേലൂയ, തൻ്റെ അധികാരത്തെക്കാൾ ശ്രേഷ്ഠമായ അധികാരിയായ, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിനെ കാണുവാൻ, യേശുവിൽ വിശ്വസിക്കാൻ, യേശു ദൈവം എന്ന് പറയാൻ യാതൊരു മടിയുമില്ല. മാത്രമല്ല, ഹല്ലേലൂയ, ശതാധിപൻ പറയുന്നത് പോലെ, സ്തോത്രം, അങ്ങ് അധികാരത്തിൻ്റെ കീഴിലുള്ളത്, അങ്ങ് അവിടെ ഇരുന്ന് ഒന്ന് കൽപ്പിച്ചാൽ അത് നടക്കും. അത് പറയത്തക്ക ആഴമേറിയൊരു വിശ്വാസം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് യേശു കണ്ടെത്തി. അവൻ്റെ വിശ്വാസം വലിയതെന്നും യേശുവിനെ അത് ഇംപ്രസ് ചെയ്തു, യേശുവിനെ, ഹല്ലേലൂയ, അതിശയിപ്പിച്ചു എന്ന വാക്യവും ഞങ്ങൾ കേട്ടു. നാഥ, ഞങ്ങൾ കർത്താവിനെ കോപിപ്പിക്കുന്നവരും, ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ മറ്റുള്ളവരെക്കാൾ അധികം ഞങ്ങളിന്ന് പ്രതീക്ഷിക്കുന്ന അങ്ങയുടെ മുമ്പിൽ മറ്റുള്ളവരെക്കാൾ ഞങ്ങൾ, ഹല്ലേലൂയ, വിശ്വാസത്തിൽ, ഭക്തിയിൽ, ഭയത്തിൽ, അങ്ങയോടുള്ള സ്നേഹബന്ധത്തിൽ കുറവുള്ളവരായി മാറാതെ, കർത്താവെ, ശ്രേഷ്ഠമേറിയത് അങ്ങ് എന്തു പ്രതീക്ഷിക്കുന്നു അതിനേക്കാൾ ഉന്നതമായ അവസ്ഥ ഞങ്ങളിൽ വേണം. അതിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടുവന്ന് കർത്താവ് ഞങ്ങളെ നിർത്തണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഈ വചനം കേട്ട ജനത്തെ ആ മേഖലകളിൽ പിടിച്ചുയർത്തണമേ, അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അവരുടെ വിശ്വസിക്കുവാൻ തക്ക രീതിയിൽ അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ ആഴമേറിയ, കർത്താവേ, ദൈവകൃപ ഈ പകൽക്കാല വചന നിമിത്തം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിചിന്തനത്തിനായി ഈ വചനം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട്, സ്തോത്രം, വലിയ വിശ്വാസമുള്ളവരായി, അതിശയിപ്പിക്കുന്ന വിശ്വാസമുള്ളവരായി ഞങ്ങൾ ഈ വചന ഹല്ലേലൂയ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ആയി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്ക് ആജീവിച്ച സുവേശ്വരം തന്നെ ഉള്ള നാമത്തിൽ പ്രാർത്ഥന ദൈവാശ്രമം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവജനം തരട്ടെ.